ഈ തള്ളെന്താണ് ഇങ്ങനെയൊക്കെ നോക്കണം? ഈ പ്രായത്തിൽ അങ്ങനെയുള്ളത് ഇനി ഉണ്ടാവുമായിരിക്കുമോ? ചേട്ടാ എന്നെ ചേട്ടാന്ന് വിളിക്കുന്നത് ബാബു എന്ന് വിളിച്ചാൽ മതി. അയ്യോ, ഭർത്താക്കന്മാരെ പേര് വിളിച്ചു കഴിഞ്ഞാൽ ദൈവകോപം കിട്ടും. നിങ്ങൾ എന്നെ ചേട്ടാന്ന് വിളിച്ചാൽ എന്നെ ദൈവം കോപിക്കും. ഞാൻ ഉണ്ണീനെ വിളിക്കും. എന്നത്? ഉണ്ണി. അയ്യേ, ഇതെന്താണ് ഇതെന്താ കാണിക്കുന്നത്? നാണം കൊണ്ട കളം വരയ്ക്കുക. കളം വരത്തെ കൂടെ ഉടുക്കൂട്ടും പാട്ടും കൊണ്ടാ. പിന്നെ പറഞ്ഞായി ഞാൻ ഒരു കാര്യം പറഞ്ഞ് എനിക്ക് വിചാരിച്ചു. എന്താണ്? ഒരു മസാല ദോശ. അത് പറഞ്ഞപ്പോ തന്നെ ഗ്യാസ് ഇളകി. ഇനി ഞാൻ ഈ വായിന് ഗുളിക മേടിക്കാൻ പോണം. അത് ഇടയ്ക്ക് നോക്കി അവിടെ നിന്നാ മതി. 143 എന്നത് കൊച്ചിയാണോന്ന് അറിഞ്ഞൂടാ. ഐ ലവ് യു. ഭയങ്കര കാണാൻ പറ്റുമല്ലോ ഇവിടെ. എന്താണ് കാര്യം? എന്താണെന്ന് പറ. പിന്നെ ആ കഷായം കുടിക്കേണ്ട പ്രായത്തിൽ പാല കുടിക്കണം. പകുതി കുടിച്ചിട്ട് പകുതി ഇങ്ങിത്താ. പകുതി കുടിച്ചിട്ട് പകുതി ഇങ്ങിത്താ. എന്റെ പൊന്നു നല്ല ഒരുപാട് ഗുളിക കഴിക്കണല്ലേ? ഒറ്റ കുടിച്ചു. എനിക്ക് വേണ്ട. 2 അറ്റാക്ക് കഴിഞ്ഞാന്ന് പറഞ്ഞു. കുറെ കുടിച്ചാൽ പേടിപ്പിച്ചു വെച്ചാൽ ഇപ്പൊ തന്നെ വീസടിച്ചു. എന്റെ പൊന്നു നല്ല കളിയാ. നമുക്കൊന്നുകൂടെ കളിക്കാം. കളിയാ, ഇത് കളിയൊന്നുമല്ല. ഇതല്ലേ ജീവൻ പറഞ്ഞ പോരാട്ടം ഇവിടെ നടക്കുന്നത്. ഒരു പാട്ട് പാടി തരുമോ? ഞാനിപ്പോ എഞ്ചിൻ വെച്ച് ഗാനോളക്ക് പോകാനുള്ള പാട്ട് പാടി തരാനായിട്ട്. വേണ്ട. ആദ്യത്തെ കൺമണി ആണായി. ഇതൊന്നും ഞാൻ അങ്ങോട്ടല്ല. എന്റെ അച്ഛനും മറ്റേ പുള്ളി ഇവിടെ കെട്ടി വെച്ച് തന്നാണ്. ഞാനിവിടെ മാറി നിൽക്കേണ്ട. നിർത്താൻ പിള്ളേര് കണ്ട മഴക്കാലം തവളെന്ന് പറഞ്ഞ് ആക്കി പിടിച്ചിട്ട് പോകും. ഞാൻ 7 വർഷം സംഗീതം പഠിച്ചാണ്. ഈ വലിവും വെച്ചോണ്ടാ? എന്റെ ദൈവമേ. ഉണ്ണിയേട്ടാ, എന്താണ്? എനിക്ക് കരിവള വാങ്ങി തരുമോ? അയ്യോ, ഈ കയ്യിൽ ഏത് വളയിട്ടാലും കരിവളായിരിക്കും. വാലുമുട്ടുണ്ട്. ഈ സമയത്ത് ഏത് പിശാചാ? എന്റെ ദൈവദൂതന്മാരാ. അയ്യോ, ഇത് ഗവൺമെന്റ് ആശുപത്രി അല്ല. ഞങ്ങൾ അളിയന്റെ അളിയന്മാരാ. എന്റെ ഒന്നങ്ങോട്ട് പോയി. ഈ സമയത്താണ് അളിയനെ ഒന്ന് അടുത്ത് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. പരിചയപ്പെടാതെ സൂപ്പർ സ്റ്റാർ മോഹൻലാലൊന്നും അല്ല. അപ്പൊ അളിയ എന്നെ അളിയാന്ന് വിളിക്കരുത്. അളിയനെ പിന്നെ അളിയാന്നല്ലാണ്ട് പിന്നെ പൊളിയാന്ന് വിളിക്കാൻ പറ്റാ. അളിയ, ഞങ്ങളുടെ ഈ ചേച്ചി ഉണ്ടല്ലോ. ഇത് ചേച്ചി എന്താണ്ട് വരി പൊത്തിയിട്ട് വന്നേക്കല്ലേ? എന്നിട്ട് അപ്പൊ ഈ ചേച്ചി ഈ പുറം ലോകം ഒന്നും കണ്ടിട്ടില്ല. ആശുപത്രി വീട് വീട് ആശുപത്രി മുകളിൽ കഴിയുമായിരുന്നു ഇത്ര നാളും. ഭർത്താവിന്റെ മുമ്പിൽ വെച്ചിട്ട് നാണം കെടുത്തരുത്. ചേച്ചിക്ക് എന്താ ഈ ഭർത്താവൊക്കെ ഉണ്ടായത്? ഇങ്ങോട്ട് വാദിക്ക്. ഇപ്പൊ പറഞ്ഞൊന്നും അറിയാ. സമയം കിട്ടുമ്പോ ചേച്ചിനെ പാർക്കിലും ബീച്ചിലും ഒക്കെ ഒന്ന് കൊണ്ടുപോകണം. ആ വീരാരാജിനൊക്കെ ഒന്ന് കൊണ്ടുപോയി കുളിപ്പിച്ച് അമലേക്ക് മാറി തന്നെ. എന്താ പുള്ളിയുടെ പേരെന്താ? അമലെ. ആ പിന്നെ അറിയാം, ഞങ്ങൾ ഈ ചേച്ചിയെ അറിയണ്ട കൈകളിൽ ഏൽപ്പിച്ച സന്തോഷം അത് പറഞ്ഞാൽ പറ്റുകയല്ല. പിന്നെ എത്രയും നേരം അറിയാൻ ഒരു കാര്യം തീരുമാനിക്കണം. ഞങ്ങൾ 2 പേരുടെയും കൂടി കല്യാണം കൂടി ഞങ്ങൾ നടത്തി തരണം. അപ്പൊ നിങ്ങൾ ഇതുവരെ കെട്ടിയിട്ടില്ലേ? എന്നതാ അറിയാൻ ഈ പറയണത്? ചേച്ചിയെ ഒരു സ്ഥാനത്ത് എത്തിച്ചിട്ട് ഞങ്ങൾക്കൊരു ജീവിതമുള്ളെന്ന് ഈ അമ്മ പ്രതിജ്ഞ എടുത്തിരിക്കുമല്ലേ? അതും കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ഫേസ്ബുക്ക് വഴി ചാറ്റ് ചെയ്ത് 2 കുരുവികളുമായിട്ട് ഞങ്ങൾ അടിപതിലായിട്ടുണ്ട്. അപ്പൊ അറിയാൻ ഈ ഹണിമൂണിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആകുന്ന സമയത്ത് അവരുടെ വീട്ടിൽ പോയി അതിന്റെ കാരണവന്മാരൊക്കെ ആയിട്ട് ഒന്ന് കണ്ട് സംസാരിച്ച് ഒരു കാരണവരുടെ സ്ഥാനത്ത് നിന്ന് അറിയാൻ ഇതങ്ങ് നടത്തി തന്നെ പറയാനും കൂടിയാ ഞങ്ങൾ ഇങ്ങ് വന്നത്. അപ്പൊ അഭിഷേക് നമുക്കങ്ങ് പോയാൽ. അല്ല, പുള്ളിയുടെ പേരെന്താ? അഭിഷേക്. അച്ഛനും കൂടി കാര്യം പോലെ. എന്തായാലും നേരം വെക്കാൻ ഇനി സമയം ഒത്തിരി. നമുക്ക് കൂട്ടി വർത്താനം പറയാം. എന്ന് കാണിക്കുന്നത് ശല്യങ്ങൾ നമ്മൾ കേറിക്കൊള്ളു. പിന്നെ ഈ പ്രേമവും വീഞ്ഞും തമ്മിലുള്ള വ്യത്യാസം അറിയോ? എന്താണ്? പഴകും തോറും വീര്യം കൂടും. ഇത് വഴകി പുളിച്ചു പോയല്ല. അതെ, ലൈറ്റ് അണയ്ക്കാം. ലൈറ്റ് ഓഫ് ചെയ്യരുത്. ലൈറ്റ് ഇട്ടിട്ട് തന്നെ കാണാൻ പറ്റില്ല. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യും. ലൈറ്റ് ഓഫ് ചെയ്യരുത്. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യും. ലൈറ്റ് ഓഫ് ചെയ്യരുത്. Yeah.
എന്നാ നല്ല കാണിക്കുന്നത് പഞ്ചപാണങ്ങൾ മേളം അതിന്റെ ടോണ് കേട്ടോ ഓക്സിജൻ സിലിണ്ടർ കേട്ടോ വന്നേക്കണത്. അതെ അവിടെ കിടന്നുറങ്ങ്. വയ്യാത്ത പട്ടി കയ്യാലെ കയറില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. കിടന്നു. എന്റെ ഭഗവാനെ, ഇനി 1 മാസം ഞാൻ ഈ കാട്ടുപോത്തിന്റെ കൂടെ ജീവിക്കണം. ഇനി എന്തായാലും അതിന് ധൈര്യമായിട്ട് ലൈറ്റ് ഓഫ് ചെയ്യാം. 1 മാസം എന്ന് പറഞ്ഞിട്ട് 1.5 മാസമായി. തള്ളതെ പയറ് പോലെ ചാടി നടക്കേ. ഞാനാണ് ഇവിടെ മുറുക്കാനടിക്കും കഷായം ചൂടാക്കിയും വെള്ളം ചൂടാക്കിയും പാതിരാത്രി മൊത്തം ഉറക്കം നിന്ന് അവരെ പുറന്നിറക്കി കൊടുക്കണം. ഈ കണക്കിന് പോയ 1 മാസം കൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുന്നൊന്നല്ല. ഇതൊക്കെ എൻ്റെ തലയിൽ കെട്ടി വെച്ചെന്നാ എൻ്റെ അപ്പനും എൻ്റെ ഒരു കാമുകിയും അവക്കൂടെ ഒരു കൂതറ തന്തയും പിന്നെ ഒരു കുണഞ്ഞ കണിയാനുണ്ട്. ഇവരെ ഈ ദേശത്തേക്ക് കാണാനില്ല. എപ്പോഴെങ്കിലും വന്നോ? മറ്റേ പുള്ളിൻ്റെ എൻ്റെ അച്ഛൻ ഹാജർ കയറി കാര്യം തന്നെ ഒടിക്കും ഞാൻ. 1 മാസം എന്ന് പറഞ്ഞാണ് ഈ സാധനത്തിന്റെ വില കെട്ടിയെടുത്തത്. അതിപ്പോ എത്ര മാസം രാവിലെ ഓടാൻ പോയേക്കുവാ. ദൈവം ഇങ്ങോട്ട് നമ്മളെല്ലാം കൂടെ ചേർന്നാണ് പുള്ളിയെ കെണിയിലാക്കിയത്. എന്റെ മകളെ 1 മാസം എന്ന് പറഞ്ഞാൽ 1.5 മാസമായി. പുള്ളി എങ്ങനെ നിർത്തിയിരിക്കാൻ പറ്റില്ല? എന്റെ മകളെ എങ്ങനെ നിർത്തിയിരിക്കാൻ പറ്റില്ല? അതാ പറഞ്ഞ ഞാൻ വിളിച്ചോടി പോകും. അപ്പൊ ആ തള്ളേ